ഹായ് ഓൾ, വെൽക്കം ടു നോലുമി. നമ്മൾ ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടൈം ആൻഡ് വർക്കാണ്. ഓക്കെ, ബേസിക്കലി ഇത് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പോലെ ഒരു സാധനമാണ്. വർക്ക് ഈക്വൽ റേറ്റ് ടൈം എല്ലാവർക്കും അറിയണം. അതുപോലെ തന്നെ റേറ്റ് ആൻഡ് ടൈം ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാനുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ്. നമ്മൾ നോട്ടിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ മുതൽ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം. അതായത് വർക്ക് ഫ്രം ഡേയ്സ്, അതായത് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡാറ്റയാണ് ഒരാൾ ഒരു എക്സ് ഓർ വൈ ദിവസം ഒരു വർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ ഒരു സാധനത്തിൻ്റെ 1/x എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ, അതായത് ഇവിടെ തന്നത് എ എന്ന് പറഞ്ഞ ഒരാൾ n ദിവസങ്ങൾ ഒരു വർക്ക് ചെയ്ത് തീർക്കും. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ദിവസം കൊണ്ട് എ എന്ന് പറഞ്ഞാൽ എത്ര വർക്ക് ചെയ്യും, അതെന്താണ് 1/n ആണ്. ഈ 1/n മീൻസ് ഒരു ദിവസം കൊണ്ട് എ ചെയ്യുന്ന വർക്ക്. ഈ രീതിയിലേക്ക് നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ 1/n ആണ് എ ഒരു ദിവസം ചെയ്യുന്ന വർക്കിംഗ് മീൻസ് n ദിവസം കൊണ്ട് എ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അത് രണ്ടുമാണ് ഈ രണ്ട് കാര്യങ്ങളും ഇംപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആണ്, ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു 90% ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞു വെച്ചാൽ, എ എന്ന് പറഞ്ഞ ഒരാൾ എ ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്ത് തീർക്കും, ബി എന്ന് പറഞ്ഞ ഒരാൾ ബി ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്ത് തീർക്കും. അപ്പം ഇതിൻ്റെ അകത്ത് 1/2 രണ്ടാളും കൂടി ചെയ്താലുള്ള വർക്ക് തീരുന്ന ദിവസങ്ങൾ ഈക്വൽ ടു 1/a ചെയ്താലുള്ള വർക്ക് പ്ലസ് 1/b ചെയ്താലുള്ള വർക്ക്. ഈ ഒരു ഇക്വേഷൻ, അതായത് 1/ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടോ ആ ആൾക്കാർ ജോയിൻ ചെയ്ത് കമ്പയർ ചെയ്ത് ആ വർക്ക് തീരുന്ന ഡേ ഈക്വൽ ടു 1/, ഇൻഡിവിജ്വൽ വർക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതെന്തായാലും ജസ്റ്റ് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലായി. അത്രയും സിമ്പിളായ ഒരു ഇക്വേഷൻ ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഭയങ്കര എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ഇഫ് റോജർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 8 days ആൻഡ് ആൻ്റണി ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 5 days, ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ബോത്ത് ഓഫ് ദം ടുഗദർ കംപ്ലീറ്റ് ഇറ്റ്? സിമ്പിളാണ്. 1/, രണ്ടാളും കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ള ബോത്ത് ഈക്വൽ ടു 1/, എന്താണ് ആൻ്റണിയുടെ പ്ലസ് 1/, എന്താണ് റോജർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ബോത്ത് കണ്ടുപിടിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അത്രയും സിമ്പിളാണ്. അതായത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വേറെ കോൺസെപ്റ്റുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. 1/, എല്ലാവരും കൂടി ചെയ്താൽ എത്ര ദിവസം വേണോ ഈക്വൽ ടു 1/, ഇൻഡിവിജ്വൽ. അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 50 days and B alone in 20 days. How many days A can alone complete the work? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് 1/AB, അതായത് എയും ബിയും കൂടെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ 1/AB എന്ന് കൊടുത്തു. അത് ഈക്വൽ ടു എന്താണ് 1/A എടുക്കുന്ന ടൈം പ്ലസ് 1/B എടുക്കുന്ന ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ എന്താ തന്നത്, എ ആൻഡ് ബി ടുഗദർ കംപ്ലീറ്റ് ഇത് തന്നിട്ടുണ്ട്, എയും ബിയും ടുഗദർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബി അലോൺ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിച്ചത് എന്താണ്, എ ആ വർക്ക് സ്വന്തമൊക്കെ ചെയ്താൽ അത് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ഡേയ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം, 1/A ഈക്വൽ ടു 1/Aയും ബിയും കൂടി ഉള്ളത് മൈനസ് 1/B. 1/Aയും ബിയും കൂടി ഉള്ളത് എന്താണ്, ഇവിടെ 15 ആണ്. അതുപോലെ തന്നെ 1/B എന്താണ് 20 ആണ്. അപ്പം ജസ്റ്റ് ഇവിടെ കൊടുത്താൽ അത്രയും സിമ്പിളായിട്ട് ഈ വാല്യൂ ചെയ്തെടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഈ ഒരു ഒറ്റൊരു ഇക്വേഷൻ നിങ്ങൾ നോക്കി വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ളൊരു ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ 300 രൂപയുടെ വർക്ക് എ 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പം എക്ക് ഒരു അസിസ്റ്റൻറ്റിന് കൊടുത്താൽ അത് 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ആ 300 രൂപയിൽ നിന്ന് അസിസ്റ്റൻറ്റിന് എത്ര ഷെയർ കിട്ടുമെന്നാണ് ചോദിച്ചത്. സിമ്പിളായിട്ട് ഏത് രീതി ചെയ്യാന്ന് വെച്ചാൽ, അവർക്ക് കിട്ടുന്ന എമൗണ്ട് ഏതിന് പ്രപ്പോർഷനിലായിരിക്കും, ഒരു ദിവസം അവർ ചെയ്യുന്ന വർക്കിന് പ്രപ്പോർഷനിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് ഒരു ദിവസം അസിസ്റ്റൻറ്റ് എത്ര വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏത് രീതിക്ക് ചെയ്യാം, 1/Aയും എയുടെ അസിസ്റ്റൻറ്റും ഒരുമിച്ച് ചെയ്താൽ തീരുന്ന ദിവസം ഈക്വൽ ടു 1/A ഒറ്റയ്ക്ക് ചെയ്താലുള്ള ദിവസം പ്ലസ് 1/, എന്താണ് അസിസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് ചെയ്താലുള്ള ഡേ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ എന്ത് വരും, 1/, അസിസ്റ്റൻറ്റ് എത്രയാണ്, 1/, എത്രയാണ് 1/4 ആണ്. 1/4 ഈക്വൽ ടു 1/6 പ്ലസ് 1/, എന്താണ് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1/, അസിസ്റ്റൻ്റ് എത്ര വരും, 1/,
12 വരും. അപ്പം ഒരു ദിവസം അസിസ്റ്റൻ്റ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? 1/12 ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഇനി നെക്സ്റ്റ് എടുക്കാനുള്ളത് ഒരു റേഷ്യോ ആണ്. അതായത് എയുടെയും അസിസ്റ്റൻറ്റിൻ്റെയും ഒരു ദിവസം ചെയ്യുന്ന വർക്കിൻ്റെ റേഷ്യോ അത് എടുത്തു നോക്കിയാൽ എത്ര ഉണ്ടാവും? 1/എയുടേത് റേഷ്യോ അസിസ്റ്റൻറ്റിൻ്റെ ഈക്വൽ ടു 1/6 റേഷ്യോ 1/12. അത് എത്രയാണ് വരിക? 2:1 ആണ് വരിക. ഈ എയും കണ്ട് കൺഫ്യൂഷൻ ആവരുത്. നമുക്ക് വേണമെങ്കിൽ ലൈക്ക് ഇവിടെ ഏത് കൊടുക്കാം? സ്മോൾ ലെറ്റർ എ കൊടുക്കാം. എയും എസും, അതായത് എയും എസും അസിസ്റ്റൻറ്റ് ചെയ്യുന്ന വർക്കിൻ്റെ റേഷ്യോ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് 2:1 ആണ്. അപ്പം ഈ ഒരു പ്രപ്പോർഷനിലായിരിക്കും എന്ത് ഡിവൈഡ് ആവുക? ആ 300 രൂപ ഡിവൈഡ് ആവുക. അപ്പം അതിൻ്റെ അകത്ത് അസിസ്റ്റൻറ്റിൻ്റെ എത്രയാണ്? 300 ഇൻറ്റു എന്താണ്? 1/3 ആണ് വരിക. അത് എത്ര വരും? അത് 100 രൂപ വരും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് 3 വന്നത് ഈ 2+1 ആണെന്ന് അറിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം? ഈ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 9 days. ബി ആൻഡ് സി ക്യാൻ ഡു ഇറ്റ് ഇൻ 12 days. എ ആൻഡ് സി ക്യാൻ ഡു ഇറ്റ് ഇൻ 80 days. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ എ ബി സി ക്യാൻ ഫിനിഷ് ഇറ്റ് വർക്കിംഗ് ടു? അതായത് എയും ബിയും 9 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്ത് തീർക്കും. ബിയും സി ആണെങ്കിൽ 12 ദിവസം എടുക്കും. എയും സി ആണെങ്കിൽ 18 ദിവസം എടുക്കും. നമ്മൾ ചോദിച്ചത് എന്താണ്? എയും ബിയും സിയും ഒരുമിച്ചാണെങ്കിൽ എത്ര ദിവസമാണ് വർക്ക് തീരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ എന്താണ്? 1/എയും ബിയും സിയും ഒരുമിച്ച് ചെയ്താൽ തീരാനുള്ള ദിവസം ഈക്വൽ ടു 1/ എന്താണ്? എൻ്റേത് പ്ലസ് 1/ബിയുടേത് പ്ലസ് 1/സി. അതായത് എയും ബിയും സിയും ഇൻഡിവിജ്വലായിട്ട് ചെയ്താൽ തീരാൻ എടുക്കുന്ന ദിവസം. ഓക്കെ, അപ്പം നമുക്കിവിടെ വേണ്ടത് എന്താണ്? ഈ ഒരു പാർട്ട് നമുക്ക് വേണം. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കും. നമുക്കിവിടെ എന്തൊക്കെ തന്നത്? 1/എയും 1/ബിയും ഒരുമിച്ച് ചെയ്താൽ എത്ര തന്നത്? എയും ബിയും 9 ആണ് തന്നത്. അതുപോലെ തന്നെ 1/ബിയും 1/സിയും എത്രയാണ് തന്നത്? 12 ആണ് തന്നത്. അതുപോലെ തന്നെ 1/എയും 1/സിയും എത്രയാണ് തന്നത്? 18 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് തോന്നുന്നുണ്ടോ? ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ എന്താ വരികയെന്ന്? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എന്താ വരിക എന്ന് വെച്ചാൽ 2 ഇൻറ്റു 1/എ പ്ലസ് 1/ബി പ്ലസ് 1/സി വരും. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ വരും. അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു പാർട്ടാണ്. അപ്പം ഇതെന്താക്കിയാൽ മതി? ആ കിട്ടുന്ന വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 1/എയും ബിയും സിയും ടുഗദർ ചെയ്താൽ തീരുന്ന ദിവസം കിട്ടും. അപ്പോൾ എയും ബിയും ചെയ്താൽ തീരുന്ന ദിവസം കിട്ടണമെങ്കിൽ എന്ത് എടുക്കണം? അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയി പറയാം. ഇപ്പം 1/എ പ്ലസ് 1/ബി പ്ലസ് 1/സി എന്താണ്? ഈക്വൽ ടു എന്താണ്? 1/2 ഇൻറ്റു എന്താ വരും? 1/9 പ്ലസ് 1/12 പ്ലസ് 1/18 വരും. ഓക്കെ, ഈ ഒരു പാർട്ട് നമുക്ക് കിട്ടി. അതാണ് നമുക്ക് വേണ്ടത്. ഈ കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, കാൽക്കുലേറ്റ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആക്ച്വലി വേണ്ട എയും ബിയും സിയും ടുഗദർ ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരുന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാം വന്നത് എവിടെ നിന്നാണ്? ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്. അതാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞത്. ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിലുള്ള ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫോർമുലയാണ്. ഏതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോർമുലയാണ്. അതായത് ഇതെവിടെ ചോദിക്കാന്ന് വെച്ചാൽ, അതായത് 10 ആൾക്കാർ ഒരു വർക്ക് ഇത്ര ടൈം കൊണ്ട് തീർത്തു. അപ്പം 20 ആൾക്കാരാണെങ്കിൽ ആ ഒരു വർക്ക് എത്ര ടൈം കൊണ്ട് തീരും? ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെച്ചാൽ മതി. ഈ ഇക്വേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ഷെയർ ചെയ്യും. അവിടെ നോക്കി നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെയും ചെയ്യും. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, അത് പഠിക്കാം, അത് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ചാൽ, എയും ബിയും ഒരുമിച്ച് ഒരു വർക്ക് തുടങ്ങി, കുറച്ച് ദിവസം കഴിഞ്ഞ്, ഫോർ എക്സാമ്പിൾ ഇപ്പം 10 ദിവസം കഴിഞ്ഞാൽ എ ലീവായി. അപ്പം ബാക്കിയുള്ള വർക്ക് ബി ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം കംപ്ലീറ്റ് ആവും? ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് ചോദിക്കാറ്.
ഇവിടെ നിങ്ങൾ കാണുന്ന ഇക്വേഷനും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു ഇക്വേഷനും അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇക്വേഷനാണ്. അതെങ്ങനെ ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് 1/a എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദിവസം എ എത്ര വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 1/b എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ബി എത്ര വർക്ക് ചെയ്യുന്നു. അപ്പം ഈ 1/a നമ്മൾ ഒരു 10 ദിവസം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 10 ദിവസം കൊണ്ട് എ എത്ര വർക്ക് ചെയ്ത് കിട്ടും. അപ്പം നമുക്കിവിടെ എന്താ പറഞ്ഞത്, ഇഫ് എ ലീവ് ആഫ്റ്റർ എക്സ് ഡേ, എക്സ് ഡേയ്സ് കഴിഞ്ഞൊരു എ ലീവായി. ഓക്കെ, അപ്പം ഇതിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, എക്സ് ദിവസം എ എത്ര വർക്ക് ചെയ്യുന്നുള്ളത് കിട്ടില്ലേ, കിട്ടും. ഓക്കെ, അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ലീവായതിനു ശേഷം എത്ര ദിവസം കൂടി ബി വർക്ക് ചെയ്തുള്ളതാണ്. അപ്പം ടോട്ടലി ബി എത്ര ഡേയ്സ് വർക്ക് ചെയ്തു, എ വർക്ക് ചെയ്ത് എക്സ് വർക്ക് ചെയ്തു പ്ലസ് എന്താണ് വൈ കൂടി വർക്ക് ചെയ്തു. അപ്പോൾ എന്താണ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്തിട്ട് എന്താണ് 1ലേക്ക് യൂണിറ്റ് വർക്ക് എന്ന രീതിക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എന്താണ് ആവശ്യമുള്ള സാധനം കാണാൻ പറ്റും. നമുക്ക് ഈ ഇക്വേഷൻ ഈ രീതിക്ക് എഴുതാൻ പറ്റും. അതുപോലെ അല്ലെങ്കിൽ എന്താണ്, ഇപ്പം നമുക്കിപ്പം എന്താണ് ടോട്ടലി ബി ടോട്ടൽ ദിവസം എത്ര എടുത്ത് വെച്ചാൽ അത് എത്ര വേണമെങ്കിൽ എടുക്കാം. അത് മേ ബി ഒരു വൈ എടുത്താൽ ഇവിടെ എന്താണ് ഇവിടെ നെഗറ്റീവ് വരുന്നുള്ളൂ. അപ്പം നിങ്ങളിത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ ഏത് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. 1/a എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എ ചെയ്ത വർക്കാണ്. അതിനെ 10 ദിവസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ദിവസം എ ചെയ്ത വർക്ക് കിട്ടും. അതുപോലെ തന്നെ ഏതിനെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും എത്ര ദിവസമാണ് വേണ്ടത് ആ ദിവസത്തിന് വർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്തത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 45 and 40 days respectively. They begin the work together but A leave after some days and B finished the remaining work in 23 days. After how many days did A leave? അതായത് എയും ബിയും ഒരുമിച്ചൊരു വർക്ക് തുടങ്ങി, അപ്പം 23 ഡേയ്സ് കഴിഞ്ഞൊരു എ ലീവായി. എ ഒറ്റക്ക വർക്ക് ചെയ്യാൻ 45 ദിവസവും ബി ഒറ്റക്ക വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം, 40 ദിവസം വേണം. അപ്പം എ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും, 1/45 ചെയ്യും. ബി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും, 1/40 ചെയ്യും. പിന്നെ എന്താ തന്നത്, ദേ ബിഗിൻ ദ വർക്ക് ടുഗദർ ബട്ട് എ ലീവ് ആഫ്റ്റർ സം ഡേയ്സ് ആൻഡ് ബി ഫിനിഷ് ദ റിമൈനിങ് വർക്ക് ഇൻ 23 ഡേയ്സ്. അതായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ ദിവസം നമുക്ക് എന്താക്കി എടുക്കാം, എക്സ് ആക്കി എടുക്കാം. എന്തായി, എ ലീവായി, എ അവിടെ നിന്ന് പോയി. പിന്നെ തന്നത് ബി ഫിനിഷ് ദ റിമൈനിങ് വർക്ക് ഇൻ 23, അതായത് ബാക്കി 23 ദിവസം കൂടി എടുത്തിട്ട് എന്താക്കി ബി ആ വർക്ക് ഫിനിഷ് ആക്കും. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് ഈ എക്സ് ആണ്. അപ്പം അതിനെ ഈ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, എക്സ് ദിവസം കൊണ്ട് എ ചെയ്ത വർക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണെന്ന്, ഇപ്പം മൊത്തം ബി എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഈ എക്സ് ദിവസം വർക്ക് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ 23 ദിവസം എക്സ്ട്രായും വർക്ക് ചെയ്തിട്ട്. അപ്പം എന്താ വേണ്ടത്, എക്സ് പ്ലസ് 23 ആയിരിക്കും ബി ടോട്ടലി ചെയ്ത വർക്ക്, അത് ഈക്വൽ ടു 1. ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, എത്രാമത്തെ ദിവസമായി ലീവ് ആയുള്ളത് കിട്ടും. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇത് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ 9 ചിൽഡ്രനും 360 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. 18 മെൻ ആണെങ്കിൽ 72 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. 12 വുമൺ ആണെങ്കിൽ 162 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. അങ്ങനെ ആണെങ്കിൽ 4 മെന്നും 12 വുമണും 10 ചിൽഡ്രനും ഉണ്ടെങ്കിൽ ആ ഒരു വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് എന്താ കാണേണ്ടത്, ഒരു മെന്ന് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും, ഒരു ചിൽഡ്രന് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും, ഒരു വുമണ് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചിൽഡ്രൻ ഒരു ഡേ ചെയ്യുന്ന വർക്ക് ഈക്വൽ ടു എന്താണ്, 1/360 മാത്രമല്ല ഇൻറ്റു 9 കൂടി ചെയ്യണം. കാരണം ഇവിടെ തന്നത് 9 ചിൽഡ്രൻ വർക്ക് ചെയ്താൽ 360 ദിവസം കൊണ്ട് തീരുന്നു. നമുക്കിവിടെ കാണേണ്ടത് ഒരു ചിൽഡ്രൻ ഒരു ദിവസത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു പാട്ടും കൂടി അതിൻ്റെ അകത്ത് എടുക്കണം. മറ്റേതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യണം. ഒരു മെൻ 1 ഡേ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും, 1/18 ഇൻറ്റു എത്രയായിരിക്കും, 72 കൂടി ഉണ്ടാവും. ഓക്കെ, 1 വുമൺ 1 ഡേ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും, 1 എത്ര ഉണ്ടാവും, 12 ഇൻറ്റു 162. ഇത് കിട്ടിയല്ലോ. നെക്സ്റ്റ് നമ്മളോട് കാണുന്ന ചോദിച്ചത് 4 മെന്നും. അപ്പോൾ 4 മെന്ന് പറയുമ്പോൾ 4 മെന്ന് എത്ര വർക്ക് ചെയ്യും, ഒരു മെന്ന് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും, 1/80 ഇൻറ്റു 72 പ്ലസ് എന്താണ് 12 വുമൺ. 12 വുമൺ ഒരു വുമൺ എത്ര ദിവസം വർക്ക് ചെയ്യും, 1/12 ഇൻറ്റു 162
പ്ലസ് എന്താണ് 10 ചിൽഡ്രൺ 10 ബൈ എന്തുണ്ടാവും ചിൽഡ്രൻ എത്രയാണ് 360 ഇൻറ്റു 9. ഓക്കെ, ഈ ഒരു വാല്യൂ കിട്ടില്ല. അപ്പോൾ ഇതിനെന്താ കിട്ടുക 4 മെന്നും 12 വുമണും 10 ചിൽഡ്രനും കൂടി ഒരു വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരുന്നത് കിട്ടും. ആ ഒരു വാല്യൂ എന്തായിരിക്കും ആ ഒരു 1 ബൈ അവർ തന്നത് ടോട്ടൽ ദിവസം വേണം ഈക്വൽ ടു എന്താണ് 1 ബൈ 81 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ വരുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് നോക്കിയാൽ 81 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ടോട്ടൽ ഡേയ്സ് ആണ്. അപ്പം ടോട്ടൽ ഡേയ്സ് എത്ര കിട്ടും 81 കിട്ടും. ജസ്റ്റ് ഇത് റെസിപ്രോക്കൽ എടുത്താൽ മതി. മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് അവർ തന്നത് 9 ചിൽഡ്രൻ 306 ദിവസം വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ ഫസ്റ്റ് കാണേണ്ടത് ഒരു ചിൽഡ്രൻ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ 18 മെന്ന് 72 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മളവിടെ കാണേണ്ടത് ഒരു മെന്ന് ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു കാണണം. പിന്നെ അതുപോലെ തന്നെ തേർഡ് 12 വുമണ് 162 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളവിടെ കാണേണ്ടത് ഒരു വുമണ് ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കാണാം. എന്നിട്ട് ടോട്ടലി നമുക്ക് ഈ ഒരു സാധനം കാണാം. എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.